കോഴിക്കോട് വാഴത്തൂരിൽ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് തണ്ണീർത്തടം നികത്താൻ നീക്കം. ഇത് തടഞ്ഞ സ്ത്രീകൾക്കുൾപ്പെടെ മർദ്ദനമേറ്റു. പിന്നിൽ കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉടമയാണെന്നാണ് ആരോപണം. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഇതെന്താണ് ഈ സംഭവം? കോഴിക്കോട് വാഴത്തൂരിൽ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള അതീവ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമുണ്ട്. കണ്ടൽക്കാടുകളൊക്കെയുള്ള ഒരു ചതുപ്പ് പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ ഉടമ കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉടമയാണ് എന്നാണ് ഈ പ്രദേശത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എന്നാൽ ഈ പ്രദേശത്തേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു JCBയുമായി ഒരു സംഘം ആളുകൾ എത്തുകയും ആ പ്രദേശവാസികൾ പറയുന്നത് അവർ അക്ഷരാർത്ഥത്തിൽ ഗുണ്ടാ സംഘമാണ് എത്തിയതെന്നാണ്. എന്നാൽ ഇവർ നാട്ടുകാരെ അറിയിക്കാതെ JCBയുമായി ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് ആ സ്ഥലത്തേക്ക് കയറുകയും മണ്ണിട്ട് നികത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ് നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇത് സ്ഥലത്ത് എത്തിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവർ വിളിച്ചതനുസരിച്ച് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇവർ ഈ JCB അവിടെ ഉപേക്ഷിച്ച് ഈ ഗുണ്ടാ സംഘത്തിലെ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് JCB പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഈ JCB മണ്ണിൽ പൂട്ടിയതിനു ശേഷമാണ് ഇവർ കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ JCB കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് മറ്റൊരു JCB ഡ്രൈവർ എത്തുകയും അവർക്കും അത് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ പറയുന്നത് ഇത് ഇവിടെ നിരവധി തവണ ഇത്തരത്തിൽ ഈ സംഘം JCBയുമായി ഇവിടെ എത്തുകയും ഈ മണ്ണിട്ട് നികത്താനുള്ള ഒരു ശ്രമം ആ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നാട്ടുകാർ ഉറങ്ങാതെ ഇരുന്ന് ഇത് തടയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ് തഹസിൽദാരും വില്ലേജ് ഓഫീസറും അടക്കമുള്ളവരൊക്കെ തന്നെ ആ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഈ രേഖകളിലൊക്കെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും ആ പ്രദേശത്ത് നടത്താൻ പാടില്ല. സംരക്ഷിക്കപ്പെടേണ്ട, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമായി മനസ്സിലാകുന്ന അതീവ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ്. കണ്ടൽക്കാടുകൾ നിരവധിയുള്ള വിവിധ തരത്തിലുള്ള കണ്ടൽക്കാടുകളുള്ള ഒരു പ്രദേശമാണ്. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ നടത്താൻ പാടില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ആ പ്രദേശത്തേക്കാണ് ഒരു സംഘം ആളുകൾ JCBയുമായി എത്തി കയ്യേറ്റ ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ആ കയ്യേറ്റം നടത്താൻ കഴിയാതെ അവർ മടങ്ങിയത്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഉറച്ചു പറയുന്നത് ഇത് ഈ സ്ഥലത്തിന്റെ ഉടമ കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉടമയാണ്. അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണ് ഇത് നികത്താനുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഉറച്ചു പറയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളും ഇത്തരത്തിൽ ഭൂമാഫിയ ചുരുങ്ങിയ വിലയ്ക്ക്, അതായത് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി പിന്നീട് അത് മണ്ണിട്ട് നികത്തി അവിടെ വലിയ രീതിയിലുള്ള ബിൽഡിംഗ് പണിയാനുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ പ്രദേശം ഇപ്പോഴുള്ള ആ വാഴത്തൂരിലെ അതീവ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശം, ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഇനിയുള്ള കയ്യേറ്റം ഒരു കാരണവച്ചാലും അനുവദിക്കില്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും മറ്റുമൊക്കെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോകാൻ പോകുന്നത്. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളൊരു പ്രശ്നമാണ് ഈ തണ്ണീർത്തടം നികത്തുക എന്ന് പറയുന്നത്. അത് ഗുണ്ടകളെ ഉപയോഗിച്ച് നികത്തിയാൽ ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ കഴിയുമല്ലോ എന്നും കഴിയുന്നുണ്ടാകാം. അപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവർ ഇടപെടുന്നുണ്ടോ അനഘ? ഈ പോലീസിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് അധികൃതർ ഇതിലിടപെട്ടോ? ഇന്നലെ ഈ സാഹചര്യം ഇത്രയും മാധ്യമങ്ങളൊക്കെ തന്നെ സ്ഥലത്ത്, നമ്മൾ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ അധികൃതർ കൃത്യമായൊരു ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നാട്ടുകാർ നമ്മോട് സംസാരിച്ചപ്പോൾ തന്നെ ഇത് ഒരു തവണ, അതായത് ഇന്നലെ ആദ്യമായി ഉണ്ടായ ഒരു സംഭവമല്ല. ഇതിനു മുൻപ് പലതവണ ഇത്തരത്തിൽ അതേ JCBയുമായി സംഘം സ്ഥലത്തെത്തിയിരുന്നു, മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യം ഇന്നലെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് അവർ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചതുപ്പ് നിലമാണ്, ആ പ്രദേശത്ത് പ്ലാസ്റ്റിക് പോലുള്ള മണ്ണ് നിറച്ചെത്തി ആ പ്രദേശം അവർ നികത്തിയിരിക്കുന്നു. അത് ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അത്തരത്തിലുള്ള സംഭവം വീണ്ടും രണ്ടാമതും ഇത് ആവർത്തിക്കുമ്പോൾ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്. പക്ഷെ ഇന്നലെ സംഭവ സ്ഥലത്തെത്തിയ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ കൃത്യമായൊരു നടപടി എടുക്കും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ ആ ഉറപ്പിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് പലതവണ ആവർത്തിക്കുകയാണ്. ആ നാട്ടുകാരുടെ ഒരു കൃത്യമായൊരു ഇടപെടലാണ് നമുക്ക് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം അവൾ ശരി അനഘ.